ചേച്ചി ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ ഞാൻ അധികം പങ്കെടുക്കാറില്ല. പക്ഷെ നമ്മള് കൈക്കരുത് കാണിക്കണം. ഇവിടെ ആരാ വരുന്നത്? കുക്രു. കെട്ടട്ടെ നിങ്ങൾ രണ്ടുപേരും? കെട്ടട്ടെ? ആ തിരിഞ്ഞെന്നേ രണ്ടുപേരും. ഈ വള്ളി പൊട്ടി പോവല്ലേ? ആ ഓക്കെ. ചേച്ചി ഒരു റൗണ്ട് കൂടെ കറങ്ങിക്കോ. അത് ഇല്ല കറക്കാൻ എത്തില്ല. അല്ല ഇത് പൊട്ടിപ്പോവും ഉറപ്പാ. എത്തില്ല. ഒരെണ്ണം മതി. ബ്രോ ഇത് പൊട്ടിപ്പോവോ? ഉറപ്പാണോ? എന്നാ കെട്ടിക്കോ. കെട്ടട്ടെ? ഷൂസ് ഗ്രിപ്പ് കിട്ടൂല. അയ്യടാ വേണ്ട. അല്ല ചേച്ചി ചേച്ചിയുടെ കംഫർട്ടിനനുസരിച്ചിട്ടോ. ഞാൻ ചവിട്ടത്തില്ലേ? പോവാം. സെറ്റല്ലേ ചേച്ചി? സെറ്റല്ലേ ചേച്ചി? സെറ്റല്ലേ? കുക്കർ സെറ്റല്ലേ? റെഡി 1 2 3 ഗോ. ആ ചേച്ചി. അയ്യോ ഞാനല്ലല്ലോ കെട്ടിയത്. എന്റെ അടുത്ത് അഴിക്കാൻ പറയാൻ. ഞാൻ ചവിട്ടിയതല്ലേ ചേച്ചി? അതൊന്നും എടുത്ത അല്ലല്ലോ എന്റെ കാലിലോട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? തോന്നിയാസം കാണിക്കണം. ഞാൻ അപ്പഴേ പറഞ്ഞോളൂ. ഇത് മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ്. ഇല്ല ചേച്ചി. ആരാണ് സംസാരിക്കുന്നത്? മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ്. ചേച്ചി അത് ഗെയിമിൽ സംഭവിച്ചല്ലേ? അറിഞ്ഞുകൊണ്ടല്ലോ. ഗെയിമിൽ സംഭവിച്ചു. ഇത് മനഃപൂർവ്വം തന്നെയാണ്. എനിക്കറിയാം. ഞാൻ പോവാ. ചേച്ചി പോലെ അപ്പൂസ ഒന്ന് ചെന്നേ. അപ്പൂസ വേണ്ടെന്നേ. നിർത്തി പോവാൻ നോക്കും. മതി. കുറെ വർഷം കഴിക്കാൻ ബാക്കിയുള്ള ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തിയാൻ പറ്റില്ല. നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈൻഡപ്പ് ചെയ്യും. ഇനി 20 മിനിറ്റ്സ് വേണ്ട. കുറെ ആയില്ല. 1 മണിക്കൂർ പറഞ്ഞില്ലേ വിളിച്ച് മതി. എന്തൊരു ഗെയിം? ഇനിയൊരു ഗെയിമും വേണ്ട. മണ്ണാങ്കട്ടിയും വേണം. നിങ്ങൾ നിർത്തിയാൽ മതി. എനിക്ക് അങ്ങനത്തെ എനിക്ക് പ്രഖ്യാപനം എനിക്ക് വേണ്ട. അങ്ങനത്തെ ആളല്ല ഞാൻ. ഇപ്പൊ ഇതിനകത്ത് വരെ ജയിച്ചു എനിക്ക് എന്ത് കിട്ടാനോ? ആര് പറഞ്ഞു? ഞാൻ അപ്പഴേ പറഞ്ഞു ഷൂ വേണ്ടെന്ന്. ഗ്രിപ്പ് കിട്ടില്ല. അപ്പൊ ഞാനോ? ചേച്ചി ഷൂ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഷൂ കണ്ടപ്പോ ഇല്ല പറഞ്ഞിട്ടില്ല. ഷൂവിന്റെ കാര്യം ഈ ചേട്ടൻ മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചേച്ചി അന്നേരം പറഞ്ഞാൽ എന്റെ ഉടുപ്പ് ചവിട്ടി എനിക്ക് അങ്ങനെ നീങ്ങാൻ പറ്റുമോ? അതിന് ഞാൻ എനിക്ക് ബാക്കി കണ്ടില്ല ചേച്ചി നോക്കിട്ട് ചവിട്ടാൻ. അതൊന്നും പറഞ്ഞ കാര്യം ഞാൻ അപ്പഴേ പറഞ്ഞു. നീ മലപ്പുറം ചവിട്ടി എനിക്ക് നന്നായിട്ട് അറിയാം. വന്ന അപ്പ തൊട്ട് തുടങ്ങിയാണ് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയതാ. വന്നപ്പ തോന്നി. അപ്പളേ ഞാൻ പറയാറുണ്ട് വേണ്ട. ടീമാകുമ്പോ അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പാടില്ല. കുറച്ചൊക്കെ നമ്മൾ നോക്കണം. ചേച്ചി അത് അറിയാതെ സംഭവിച്ചല്ലേ? ആര് സംഭവിച്ചു? നിനക്കറിയാവോ അറിയാതെ സംഭവിച്ചെന്ന്? നീ കണ്ടോണ്ടിരിക്കുവായിരുന്നോ? ഇന്റൻഷനലി അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ കുക്രു? ഞാനത് വീണപ്പോഴേ ഞാനത് വിട്ടു. ഞാൻ പിന്നെ പൊട്ടിക്കാൻ നിന്നില്ല. പൊട്ടിച്ചപ്പോ എനിക്ക് നീ പൊട്ടി 10 രൂപ ഒരുമിച്ച് പൊട്ടിക്കും. എനിക്ക് എന്ത് പോവാ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും ആ മറ്റേ കളി എടുത്താ ഫസ്റ്റ് കളി എടുത്താൽ മതി. ഇവരുടെ ഫസ്റ്റ് ഇവളുടെയും അവളുടെയും അതെടുത്താൽ മതി. ജയിച്ച കളിയാണ്. ജയിക്കാതെ നിങ്ങൾ ജയിച്ചോന്നും എനിക്ക് കുഴപ്പമില്ല. ഇതിപ്പോ മതിയാക്കി തന്നെ നല്ലത്. കാരണം മൂഡ് ശരിയല്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മൂഡ് ശരിയാവാത്തോണ്ടല്ല. കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാ വൈൻഡപ്പ് ചെയ്തോ ചേച്ചി? ആരും ഭക്ഷണം കഴിക്കാൻ നേരം പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടില്ലേ? ഞാൻ ആരും പണ്ടൊക്കെ നിന്നും എനിക്ക് വിശപ്പില്ല. പക്ഷെ ബാക്കിയുള്ളവർ കഴിക്കാതെ ഞാൻ പറഞ്ഞൊക്കെ പാട്ട് പാടാൻ ഇവിടെ
നീ സത്യം പറ. ഇവിടെ വിശ്വസിച്ചാ അല്ല ഒരു പോയിന്റിൽ ഞാൻ ഫ്ലിപ്പായി ഞാൻ പറഞ്ഞു കണ്ടോട് ഫുക്രു പൊട്ടാൻ പോയതാവട്ടെ അല്ലേ? ആടാ നീ. ചേച്ചി വീട് വിഷമായി പോയി. ചിരി വരുന്നുണ്ട്. ആർക്കില്ല? ആ, ഒരിക്കലും ഇല്ല. ഇല്ല, ഇല്ല, ഇല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രാങ്കാണെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പക്ഷെ ഞാൻ പറയട്ടെ പ്രാങ്ക് എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി. പക്ഷെ ഒരു പോയിന്റ് ഞാൻ ഫ്ലിപ്പായി പോയി. ആണല്ലോ അതൊക്കെ എന്റെ കഴിവ്. അത് ചേച്ചിക്കിട്ടായിരുന്നു. ഇവർക്ക് ചേച്ചി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അല്ലെ എന്റെ മനസ്സിൽ ഞാൻ വലിയ ശരീരമുള്ള ചേച്ചി ഉച്ച പയ്യനും ചെയ്യുന്ന അതിനകത്ത് കണ്ടന്റ് എന്നുള്ള ഇവര് എപ്പോ എന്ത് ഞാൻ ചെറിയ ശരീരമുള്ള ചേച്ചി. എന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞ് ഇവര് ഇത് സമാധാനാക്കാനല്ലേ പോലെ ഇവരല്ല ഇവര് വീടെടുക്കും അപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? വേറെ ആരുണ്ട് കണ്ണു നല്ലതെന്ന് ഒരാളുണ്ട് ഇതൊന്നും വിശ്വസിക്കാതെ ഇത് കറക്റ്റ് ആണ് ഇനി എന്ത് ചെയ്യുന്നു നോക്കി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങള് ഇതിന് മുന്നേ പ്ലാൻ ചെയ്തതാണോ? ചോദിക്കും മുന്നേ. അപ്പൊ എന്റെ മനസ്സിൽ എന്താ പറയാ, ചേച്ചി ആദ്യം തൊട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ചേച്ചി എല്ലാത്തിനും എനിക്കിട്ട് കുത്തുന്നു. അതല്ല അങ്ങനെ ഞാൻ ഡാർക്കായത് മൊത്തം അതിനകത്ത് സീരിയസ് ആയാവും. അതാണ് ഞാൻ നേരത്തെ വെറുതെ തിരിച്ചൊക്കെ ചേച്ചി എന്നെ കളിയാക്കുവരുത്. അതാണ് പറയുന്നത് 10-30 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അതാണ് നിന്നെ അല്ല ആദ്യം തൊട്ടേ അത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ബാഡ് അടിച്ച് ഇങ്ങനെ ചേച്ചിക്ക് ഞാൻ പറയുന്നത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പോയോ? പിന്നെ ഞാൻ ചിരിച്ചിരിക്കുന്നുള്ള ആദ്യമേ ഞാൻ ഡൗൺ ആയി. ഞാൻ നേരത്തെ ചേച്ചി എന്താ പറയുക, അതെ അതെ പറഞ്ഞു നീ എന്നെ കളിയാക്കുന്നില്ലോ ഇതെല്ലാം ഞാൻ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഞാൻ പറയുന്നതല്ല ചേച്ചിക്ക് ഫീൽ ആവുന്നുണ്ടല്ലോ. മോൻ മാറി പെട്ടെന്ന്. മാറി